പാലക്കാട്ടേക്കാണ്, കടമ്പഴിപ്പുറത്തേക്കാണ്. അവിടെ ശ്രീനന്ദയ്ക്ക് അവസാനമായി ഒരു യാത്രാമൊഴി നൽകാനായിട്ട് നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ചൊവ്വാഴ്ച കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം ഇന്നലെയാണ് 1500 അടി താഴ്ചയിൽ ചിക്കമംഗളൂരിൽ കണ്ടെത്തിയത്. രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഇന്ന് പുലർച്ചെ അല്പസമയത്തിന് മുമ്പാണ് കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. അവിടെ ഒരു വലിയ ജനാവലി ശ്രീനന്ദയ്ക്ക് യാത്രാമൊഴി കൊടുക്കാനായിട്ട് കൂട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ളവർ കൂടി നിൽപ്പുണ്ട്. ആ ദൃശ്യങ്ങളാണ്. യാത്ര പോകുമ്പോൾ ഹംപിയിലേക്കും ഒപ്പം ചിക്കമംഗളൂരിലേക്കുമുള്ള യാത്ര പോകുമ്പോൾ ആ സംഘം 40 സംഘം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാന നിമിഷവും അച്ഛനും അമ്മയും പങ്കുവച്ചത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. മുത്തശ്ശനടക്കമുള്ളവർ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അമ്മയടക്കമുള്ളവർ ആകെ തളർന്ന് വളരെ വേദനിച്ച മനസ്സുമായിട്ടാണ് വരുന്നത്. അച്ഛനെ കാണാം, രമേശിനെ കാണാം ആ ദൃശ്യങ്ങളിൽ. നമുക്കൊപ്പം ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, വളരെ വേദനിപ്പിക്കുന്ന കരളുലയിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെയുള്ളത്. യാത്ര പുറപ്പെടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീട്ടുമുറ്റത്ത് നിന്ന് ഇവർ യാത്രയാവുന്നത്. 40 സംഘം, അതിൽ നാട്ടുകാരും ബന്ധുക്കളും അടങ്ങുന്ന സംഘമാണ് യാത്ര പുറപ്പെട്ടത്. ഇങ്ങനെയൊരു തിരിച്ചുവരവാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഒരു ദുരന്ത യാത്രയായി മാറുകയായിരുന്നു. ഇപ്പോൾ വീടിനുള്ളിലേക്ക്, ബന്ധുക്കളുടെ അടുത്തേക്ക് ശ്രീനന്ദ എത്തിച്ചിരിക്കുകയാണോ? ഇപ്പോൾ നിലവിൽ ശ്രീനന്ദയുടെ മൃതദേഹം കടമ്പഴിപ്പുറത്തെ വീടിനകത്തേക്ക് കൊണ്ടുപോവുകയും ബന്ധുക്കളെ കാണിച്ചു കൊടുക്കുകയുമാണ്. അതിനുശേഷം പിന്നീട് വീട്ടുമുറ്റത്തേക്ക് മൃതദേഹം മാറ്റും. അവിടെ വെച്ചാണ് പിന്നീട് നാട്ടുകാർക്കും ശ്രീനന്ദയുടെ സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും എല്ലാം കാണാൻ വേണ്ടി അവസരം ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10:45 മൃതദേഹം കടമ്പഴിപ്പുറത്തെ ഈ കൂത്തറ വീട്ടിലേക്ക് എത്തിച്ചത്. ഇനി 1 മണിവരെ പൊതുദർശനം ഉണ്ടാകും. ഈ പൊതുദർശനത്തിൽ ശ്രീനന്ദയെ അവസാനമായി കാണാൻ വേണ്ടി വന്ന മുഴുവൻ ിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കടമ്പഴിപ്പുറത്തെ വീട്ടിൽ നിന്നുള്ളത്. അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന മനുഷ്യരെ നോക്കൂ. അവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങനെയൊരു യാത്ര പോകാം എന്നൊരു തീരുമാനമെടുക്കുന്നത്. 40 സംഘമാണ് യാത്ര പുറപ്പെടുന്നത്. ഹംപിയിൽ 2 ദിവസം തങ്ങി, അതിനുശേഷം ചിക്കമംഗളൂരിലെത്തി. അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു. വൈകുന്നേരം ചിക്കമംഗളൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഫോട്ടോകളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയില്ലേ, കുറച്ചുകൂടി നല്ല ഫോട്ടോകൾ പകർത്താം എന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഒരു അല്പം അപകടം പിടിച്ച ഒരു പാറക്കെട്ടിനടുത്ത് ബാരിക്കേഡിന് പുറത്തേക്ക് ശ്രീനന്ദ പോയി. പക്ഷേ അത് ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. സുഹൃത്ത് കരുതിയത് നേരത്തെ മുത്തശ്ശേരിയോടൊപ്പം കയറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുത്തശ്ശൻ കരുതിയത് സുഹൃത്തുക്കൾക്കൊപ്പം കയറിപ്പോയിട്ടുണ്ടാവും എന്നാണ്. പക്ഷേ അവരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ 1500 അടി താഴ്ചയിലേക്ക് ശ്രീനന്ദ വീണു പോവുകയായിരുന്നു. തലയ്ക്ക് വലതുഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. നേരത്തെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിയെ ആരെങ്കിലും ആക്രമിച്ചതാണോ, അപായപ്പെടുത്തിയതാണോ? പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ അതിനുള്ള സൂചനകളൊന്നും തന്നെയില്ല. വലിയ താഴ്ചയിലേക്ക് വീണതിൻ്റെ പാടുകളും ക്ഷതങ്ങളും മാത്രമാണ് ശരീരത്തിലുള്ളത്. അതും വലതുഭാഗത്ത്, തലയുടെ വലതുഭാഗത്തേറ്റ ആഴത്തിലേറ്റൊരു മുറിവ് മരണകാരണമായി എന്നുള്ളതാണ്. ഏതെങ്കിലും പാറയുടെ കെട്ടിലിടിച്ചിട്ടുള്ളതാവാം. 1500 അടി താഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരിച്ച് കിട്ടുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് തെരച്ചിലിനൊടുവിൽ ശ്രീനന്ദയുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരം ആ താഴ്ചയിൽ നിന്നും കണ്ടെത്തുന്നതും. വല്ലാത്ത വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. മരണത്തിന് തൊട്ട് മുമ്പ് ശ്രീനന്ദ സുഹൃത്തിനോടൊപ്പം എടുത്ത ഒരു വീഡിയോ മാത്രമാണ് നമുക്ക് ലഭിച്ചത്. 2 സ്റ്റിൽ ചിത്രങ്ങളും അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്ബാൽ തുടരുന്നുണ്ട്. ഇക്ബാൽ, വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഇനി പൊതുദർശനം വേറെ എവിടെയും ക്രമീകരിച്ചിട്ടില്ലല്ലോ. വീട്ടിൽ നിന്ന് നേരെ സംസ്കാര ചടങ്ങിലേക്ക് പോവുകയല്ലേ ഉള്ളൂ 1:30 അരുൺ, നിലവിൽ ശ്രീനന്ദയുടെ മൃതദേഹം ഈ വീട്ടിനകത്തേക്ക് എത്തിക്കുകയും ബന്ധുക്കളെ കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം ഈ വീട്ടുമുറ്റത്തേക്ക് മാറ്റുകയാണ്. അതിനെ ഇവിടേക്ക് ശ്രീനന്ദയെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മൃതദേഹം വീട്ടുമുറ്റത്തേക്ക് മാറ്റുന്നത്. ശ്രീനന്ദയെ കാണാൻ ഇതിനോടകം തന്നെ ശ്രീനന്ദയുടെ സുഹൃത്തുക്കളും അധ്യാപകരും നാട്ടുകാരും എല്ലാം ഇവിടേക്ക് എത്തിയിരുന്ന 1000-കണക്കിന് ആളുകളാണ് ഇപ്പോൾ ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ശ്രീനന്ദയെ നമുക്ക് അവരുടെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥിനിയാണ്. മാത്രമല്ല കായിക മേഖലയിലും എല്ലാം വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. മാത്രമല്ല സാഹസികം, പ്രത്യേകിച്ചും ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വലിയ താല്പര്യമുള്ള വിദ്യാർത്ഥിനിയായിരുന്നു ശ്രീനന്ദ. ആ ശ്രീനന്ദ ഏറ്റവും താല്പര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഇക്കഴിഞ്ഞ 4-ാം തീയതി ചിക്ക്മാംഗ്ലൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ 4-ാം തീയതിയോടുകൂടി ഹംപിയിലേക്ക് യാത്ര പോകുന്നു. അവിടെ 2 ദിവസം സുഹൃത്തുക്കൾക്കൊപ്പവും ബന്ധുക്കൾക്കൊപ്പവും എല്ലാം വലിയ രീതിയിൽ
ഉല്ലസിച്ച് അവിടെ എല്ലാം കറങ്ങി കാണുന്നു. അതിനുശേഷം പിന്നീട് 7-ാം തീയതിയോടുകൂടിയാണ് ചിക്ക്മംഗ്ലൂരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിനരികിലേക്കും ആ വ്യൂ പോയിന്റിലേക്കും എല്ലാം എത്തുമ്പോൾ വലിയ ആവേശത്തിലായിരുന്നു ശ്രീനന്ദ ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിൽ ചിത്രീകരിച്ചുള്ള റീൽസ് എല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സുഹൃത്തുക്കൾക്കൊപ്പം വലിയ സന്തോഷത്തിലായിരുന്നു ശ്രീനന്ദ ഉണ്ടായിരുന്നത്. സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീനന്ദ ഇതിനിടയിലാണ് പെട്ടെന്ന് ഈ മാണിക്യധാര വ്യൂ പോയിന്റ് സമീപത്തുള്ള ഈ ക്ലിഫിന്റെ ഏറ്റവും അറ്റത്തേക്ക് പോവുകയും അവിടെ വെച്ച് ബന്ധുക്കൾ അങ്ങോട്ട് പോകരുത്, ഈ ബാരിക്കേഡ് മറികടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തിരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയപ്പോൾ ആയിരിക്കാം ഈ അപകടം സംഭവിച്ചതെന്നുള്ളതാണ് ശ്രീനന്ദയുടെ വലിയ ആയിട്ടുള്ള ശശികുമാർ നമ്മളോട് വളരെ വിഷമത്തോടു കൂടി പറയുകയും ചെയ്തത്. പെട്ടെന്ന് ഒരു ചെറിയൊരു നിമിഷത്തെ ഒരു ഇടച്ചിൽ സംഭവിച്ചു പോയ ഒരു അപകടമാണ് എന്നുള്ളതാണ് ആ കുടുംബം മുഴുവനും പറയുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു, ചില രീതിയിലുള്ള ദുരൂഹതകൾ അവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ടിക്കറ്റ് കൗണ്ടർ സമീപത്ത് വരെ പലരും കണ്ടിട്ടുള്ള ശ്രീനന്ദ എങ്ങനെ പെട്ടെന്ന് 200 മീറ്റർ ദൂരത്തുള്ള മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് താഴ്വാരത്തേക്ക് വീഴും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സംശയമായി ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായിട്ട് അവരുടെ സംശയങ്ങളെ മാറുന്ന രീതിയിലേക്ക് പിന്നീട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവർക്ക് വിവരം നൽകുകയായിരുന്നു. ഏതായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു ചടങ്ങുകൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കും. ഇപ്പോൾ നിലവിൽ 1 മണിവരെയാണ് ശ്രീനന്ദയുടെ കടമ്പുഴിപ്പുറത്തെ ഈ കൂത്തറ വീട്ടിൽ പൊതുദർശനത്തിനുള്ള സമയം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് തിരുവല്ലാമലയിലെ ആയിരത്തേക്കാണ് കൊണ്ടുപോവുക. അവിടെ വെച്ചാണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നാട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പൂരത്തിനെല്ലാം ശേഷം 40 അംഗ സംഘമായി ശ്രീനന്ദ അടങ്ങുന്ന സംഘം ഇവിടെ നിന്ന് വിനോദയാത്ര പോകുന്നത്. സാധാരണ എല്ലാ പൂരാഘോഷങ്ങൾക്കും ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള യാത്ര ഇവിടെ നിന്ന് നടത്തുന്നത് പതിവാണ്. ശ്രീനന്ദയും കുടുംബവും എല്ലാം പലതവണ ഈ യാത്രയിൽ പങ്കെടുത്തിട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ യാത്ര അത് ഈ നാടിനെ മുഴുവൻ നെഞ്ചുലച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ശ്രീനന്ദയുടെ മരണം അത് ഈ നാടിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കാരണം അത്രയധികം ആളുകളാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കടമ്പുഴിപ്പുറത്തെ ഈ വീട്ടിലേക്ക് ഒഴുകി എത്തുകയും ചെയ്യുന്നത്. ശ്രീനന്ദയുടെ അച്ഛന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള യാത്രയായിരുന്നു. 40 അംഗ സംഘമായി ആ ബസ്സിൽ പോയുള്ള ആ യാത്ര. പക്ഷേ മടങ്ങി വരുമ്പോൾ ശ്രീനന്ദ മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട നന്ദു മാത്രമല്ല, ആ വിവരം ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ നാട് മുഴുവൻ ഉള്ളിൽ നിന്ന് നിൽക്കുകയാണ്. പ്രത്യേകിച്ചും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ശ്രീനന്ദ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബവും അതുപോലെ തന്നെ നാടുമെല്ലാം ശ്രീനന്ദ മികച്ച വിജയം നേടുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ വിവരം അല്ലെങ്കിൽ ആ റിസൾട്ട് ഫലം കാണാൻ വേണ്ടി ശ്രീനന്ദ ഇനി ഇല്ല എന്നുള്ളത് അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അനേകായിരം ആളുകൾ ഇപ്പോൾ ശ്രീനന്ദയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കടമ്പുഴിപ്പുറത്തെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയും ആണ് ആ വാഹനത്തിൽ ആദ്യം വന്ന് ഇറങ്ങിയത്. ആ സമയത്ത് തന്നെ അവരുടെ ഈ കരച്ചിലുകൾ കണ്ട് ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും കരഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്കും പോകുന്നു. പിന്നീട് തൊട്ട് പിന്നാലെ ശ്രീനന്ദയുടെ ഈ ചേതനയേറ്റ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കൂടി വന്നതോടുകൂടി പിന്നീട് ഈ നാട് പൂർണ്ണമായും പൊട്ടിക്കരയുന്ന സ്ഥിതിയിലേക്ക് മാറുകയായിരുന്നു. എങ്ങനെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാതെയാണ് ഈ നാട്ടുകാർ മുഴുവനും ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അവർക്കെല്ലാം ഇല്ലാതെ നെഞ്ചുലഞ്ഞു പോയൊരു സ്ഥിതിയാണ് ഈ കുട്ടിയുടെ ഈ ശ്രീനന്ദയുടെ മരണവുമായി സംബന്ധിച്ച് ഉണ്ടായത്. കാരണം 7-ാം തീയതി ശ്രീനന്ദയെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞത് മുതൽ തന്നെ നാട്ടുകാർ ആദ്യഘട്ടത്തിൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. കാരണം അവിടെയുള്ള പോലീസിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണമില്ല എന്ന വിവരം നാട്ടിലേക്ക് ലഭിച്ച ഉടൻ തന്നെ ഇവിടെ നിന്ന് വലിയൊരു സംഘം അങ്ങോട്ട് ശ്രീനന്ദയെ തിരയുന്നതിന് വേണ്ടി പോകുന്നു. പിന്നീട് അവിടേക്ക് എത്തിയ സംഘം നാട്ടുകാരുടെയും അവിടുത്തെ പോലീസുകാരുടെയും എല്ലാം സഹായത്തോടു കൂടി ആ മലയുടെ താഴ്വാരത്തേക്ക് എല്ലാം ഇറങ്ങി പരിശോധന കൂടി നടത്തിയിരുന്നു. എവിടെയെങ്കിലും വെച്ച് ശ്രീനന്ദയെ കാണാൻ കഴിയും, കടമ്പുഴിപ്പുറത്തെ ഈ കൂത്താര വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം ഇന്നലെ ഉച്ചയോടുകൂടി കൊല്ലുകയായിരുന്നു. ഇപ്പോഴത്തെ അവരെല്ലാം ചേർന്ന് വളരെ വിഷമത്തോടുകൂടി ശ്രീനന്ദയുടെ ചേതനയേറ്റ മൃതദേഹം ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ പൊതുദർശനത്തിനുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. പൊതുദർശനം ഉച്ചയ്ക്ക് 1 മണിവരെ നീളും. ശ്രീനന്ദയുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അധ്യാപകരെല്ലാം പറയുന്നത് വളരെ മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥി, പഠനത്തിൽ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും, പ്രത്യേകിച്ചും കായിക മേഖലയിലും എല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥി, സ്കൂളിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള വിദ്യാർത്ഥിനിയായിരുന്നു ശ്രീനന്ദ. ആ ശ്രീനന്ദയെ നഷ്ടപ്പെട്ടു എന്ന വിവരം അത് അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം 10ാം ക്ലാസ് പരീക്ഷയിൽ ശ്രീനന്ദയിൽ മികച്ച വിജയം തന്നെ ശ്രീനന്ദ നേടുമെന്നുള്ളതായിരുന്നു ആ അധ്യാപകർ പ്രതീക്ഷിച്ചിരുന്നത്, സഹപാഠികൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ വിവരം അറിയാൻ ശ്രീനന്ദയില്ല. ഏറ്റവും മികച്ച ഒരു കോഴ്സ് തന്നെ എടുത്ത് +1 അഡ്മിഷൻ നേടി പഠിക്കണമെന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ കുടുംബത്തിന്റെയും എല്ലാം ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു യാത്ര അത് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരുമെന്ന് കരുതി ശ്രീനന്ദയും കുടുംബം പോയൊരു യാത്രയായിരുന്നു. പക്ഷേ മടക്കയാത്രയിൽ ശ്രീനന്ദ മാത്രമില്ല, അത് ഉൾക്കൊള്ളാൻ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ നാടിനും ഇതുവരെയും സാധിച്ചില്ല. ഇവിടേക്ക് ഒരുപാട് സമയത്ത് ഒരുപാട് പേര് എത്തിയിരുന്നു. പക്ഷെ അവരെല്ലാം നാട് മുഴുവൻ ഇപ്പോൾ ശ്രീനന്ദയ്ക്ക് വിട നൽകാനായി ഈ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.